ഹെൽത്തിയുടെ ഡ്രസ്സ് തയ്ക്കാനുള്ള മെറ്റീരിയലാണ്. ഹെൽത്തിക്ക് 3 ദിവസം മുമ്പാണ് അവരെനിക്ക് മെറ്റീരിയൽ എത്തിച്ചത്. പിന്നെ നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് ഞാൻ വർക്ക് എടുക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ അവരുടെ തന്നെ വേറെ കല്യാണത്തിൻ്റെ ബ്ലൗസുകളൊക്കെ ഉണ്ടായിരുന്നു. വേറെയുള്ള കസ്റ്റമർ ആയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ നമുക്കിപ്പോൾ ആ ഡേറ്റിന് തരാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമ്മൾ വെറുതെ മേടിച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അതൊക്കെ അവർ പറയുന്ന ടൈമിൽ നമ്മൾ കൊടുക്കണ്ടേ. സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് നമുക്ക് നോ പറയാനും പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. മേടിച്ചെന്ന് തയ്ച്ച് ക്ലിയർ ആവണമെന്നില്ല. എന്ന് വെച്ചാൽ രാത്രിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. കട്ട് ചെയ്ത് പകുതിയായി കഴിഞ്ഞപ്പോഴാണ് ഓർത്ത വീഡിയോ എടുക്കാമെന്ന്. എന്ന് വെച്ചാൽ ധൃതി പിടിച്ചാണ് തയ്ക്കണ്ടായിരുന്നത്. ക്യാമറ വെച്ചേക്കുന്നത് തന്നെ ഇത്തിരി ലോങ്ങിലാണ്. അത് പിന്നീട് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാനൊന്ന് ശ്രദ്ധിച്ചേക്കുന്നത്. പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെയൊക്കെ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെ എടുക്കാൻ പറ്റിയില്ല, പറ്റണതിൻ്റെ എടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ രാത്രി ആയതുകൊണ്ട് കുട്ടികൾക്കും ബുദ്ധിമുട്ടാണ്. നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിൽ തന്നെയാണ് മെഷീനും. അപ്പോൾ കുട്ടികൾ ഉറങ്ങുന്ന ടൈമൊക്കെയാണ്. പിന്നെ ഒരു 11:30 വരെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യും. എന്നിട്ടാണ് പിന്നെ കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഇതിപ്പം ടോപ്പ്, മറ്റേ ക്രോപ്പ് ടോപ്പ് കട്ട് ചെയ്യണതിൻ്റെ വീഡിയോ ആണ് എടുത്തേക്കണത്. പിന്നെ അത് അളവൊന്നും ഞാൻ അങ്ങനെ കാണിച്ചിട്ടില്ല. വേഗം വേഗം നമ്മൾ ചെയ്ത് കൊടുക്കണേണല്ലോ. വീഡിയോൻ്റെ ലാസ്റ്റ് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഫുള്ളായി ഫിനിഷിങ് ആയിട്ട് ഡ്രസ്സിൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. പിന്നെ കസ്റ്റമർ ഇട്ട് നിൽക്കണ ഫോട്ടോ എനിക്ക് കിട്ടിയില്ലായിരുന്നു. കിട്ടിയെന്ന് വെച്ചാൽ അവർ എല്ലാവരും കൂടിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. ഫാമിലി ആയിട്ട് നിന്നിട്ടുള്ള ഫോട്ടോ ഒക്കെയാണ് കിട്ടിയത്. അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ട് നിന്നിട്ടുള്ളത് ഒന്നും കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഫോട്ടോയും ഇതിനകത്ത് അവരിട്ട് നിൽക്കുന്ന ഫോട്ടോ ആഡ് ചെയ്യാൻ പറ്റിയില്ല. മെറ്റീരിയലാണെങ്കിൽ നമുക്ക് കൈ കിട്ടാത്ത സൈസ് മെറ്റീരിയലായിരുന്നു. അതായത് ഇഴുകിപ്പോണ ടൈപ്പ് ഉണ്ടല്ലോ, അങ്ങനത്തെ ആയിരുന്നു. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും നമുക്ക്
അവർ പറയണ സമയത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റി, അതന്നെ സന്തോഷം. നമ്മൾ അവർ പറയണ ടൈമിൽ തന്നെ കൊടുത്താലല്ലേ നമുക്ക് ഓർഡറുകൾ പിന്നെയും കിട്ടുള്ളൂ. അപ്പോൾ ലാസ്റ്റ് വീഡിയോൻ്റെ ലാസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഫിനിഷിങ് ആയിട്ടുള്ള ഫോട്ടോസും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണണം വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. പിന്നെ എല്ലാവർക്കും മറ്റേ റൗണ്ട് നെക്കാണ് കസ്റ്റമർ പറഞ്ഞത്. അവരുടെ 3 ടോപ്പിനും റൗണ്ട് നെക്ക് തന്നെയാണ് വെച്ചേക്കുന്നത്. കസ്റ്റമർ പറയുന്നതിനനുസരിച്ചല്ലേ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും.